ഗീതയുണ്ടെങ്കിൽ ഗീതയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റെല്ലാം വെറും കഥകളാണ്. ഗീത ഒരു കഥയല്ല. ഗീത ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു ദാർശനിക രേഖയാണ്. അത് കഥ പറച്ചിലല്ല. എനിക്കിവിടെ ഒരു ചോദ്യമുണ്ട്. നമ്മളെ കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റിൽ പഠിപ്പിക്കുന്നത് സംഘർഷം കൈകാര്യം ചെയ്യാൻ ഏറ്റവും നല്ല വഴി പരസ്പരമുള്ള കാഴ്ചപ്പാട് മനസ്സിലാക്കുക എന്നതാണ്. എന്നിട്ട് വിട്ടുവീഴ്ചയിലൂടെ ഒരു തീരുമാനത്തിലെത്തുക. ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ സംഘർഷം നിലനിർത്തുന്നതിൽ പോലും സാമ്പത്തിക പ്രോത്സാഹനങ്ങളുണ്ട്. ഈ സിസ്റ്റത്തെ എങ്ങനെ നേരിടാം? പ്രത്യേകിച്ച് ഈവോക്കിസം ഇത്രയേറെ സ്വാധീനം ചെലുത്തുന്നതും പണം സമ്പാദിക്കുന്നതുമായ സാഹചര്യത്തിൽ നമുക്ക് ഇതൊന്നും അറിയില്ലെന്ന് നടിക്കാനോ ഇതിൽ നിന്ന് വിട്ടുനിൽക്കാനോ ഇപ്പോൾ കഴിയില്ല. സർ, ഇതൊരു കാര്യമാണ്. രണ്ടാമതായി, ഞാൻ കപടനാട്യക്കാരാണ്. വാസ്തവത്തിൽ മിക്കവാറും എല്ലാ മനുഷ്യരും കപടനാട്യക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് കപടനാട്യത്തോടൊപ്പം വരുന്ന അവകാശമാണ്. ഉദാഹരണത്തിന്, മതം മുതൽ കാലാവസ്ഥാ വ്യതിയാനം വരെ. ഒരു മധ്യവർഗ ഇന്ത്യക്കാരൻ കൽക്കരി വൈദ്യുതി ഉപയോഗിച്ച് എയർ കണ്ടീഷൻ ഓണാക്കുന്നതെങ്ങനെയെന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം? പരിസ്ഥിതിക്കെതിരെ വലിയ ദൈവനിന്ദയാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ ആമസോൺ മഴക്കാടുകളുടെ നാശത്തിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളിൽ നിന്ന് നിർമ്മിച്ച ഇലക്ട്രിക് കാറുകൾ പരിസ്ഥിതി സൗഹൃദമായി കണക്കാക്കപ്പെടുന്നു. അതിസമ്പന്നരെ വീണ്ടും സമ്പന്നരാക്കുന്നു. അതൊക്കെ വെറുമൊരു പ്രചരണം മാത്രമാണ്, അല്ലേ? അത് വെറും അറിവില്ലായ്മ മാത്രമാണ്. ഒരു EV കാറിലെ ബാറ്ററി ശരിക്കും ഒരു പാരിസ്ഥിതിക ദുരന്തമാണെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ഘടകങ്ങൾ അത്രയേറെ വിരളമാണ്. അത് ലഭിക്കാനായി എത്രത്തോളം മണ്ണ് കുഴിച്ചെടുക്കേണ്ടി വരുന്നു എന്ന് നോക്കൂ. പിന്നെ ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിൽ ഉള്ളത് ഭൂരിഭാഗവും കൽക്കരി നിലയങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ കൽക്കരിയാണ് കത്തിക്കുന്നത്. ഇക്കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ EV കാർ ഉപയോഗിക്കുന്നതിലെ ധാർമ്മിക ആധിക്യവും മൂല്യബോധവും തനിയെ കുറയും. ഇത് ശരിക്കും പറഞ്ഞാൽ ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. പ്രചാരണം നല്ലൊരു കാര്യമാണ്. ശരിയായ വിവരങ്ങൾ ആളുകളിലേക്ക് എത്തിക്കണം. കാറുകൾ വിൽക്കുന്ന കോർപ്പറേറ്റുകൾ അത് ചെയ്യില്ലെന്ന് ഉറപ്പല്ലേ? നിങ്ങളത് ചെയ്യണം. സോഷ്യൽ മീഡിയയുടെ ശക്തി കൂടെയുണ്ടല്ലോ. നിങ്ങൾക്കറിയുന്നത്ര പോസ്റ്റ് ചെയ്യൂ. ആളുകളോട് ഷെയർ ചെയ്യാൻ പറയൂ. ദൈർഘ്യമുള്ള ചോദ്യത്തിന് എല്ലാ ഉത്തരങ്ങളും തന്നില്ല. എന്തായിരുന്നത്? എല്ലാ സംഘർഷവും തുടങ്ങുന്നത് ആദ്യം നമ്മുടെ ഉള്ളിലാണ്, അല്ലേ? യുദ്ധം ആദ്യം തുടങ്ങുന്നത് മനസ്സിലാണ്. ഇത് നമ്മൾ പറയുന്നത് ഉള്ളിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ശത്രുക്കൾ എല്ലാ വശത്തു നിന്നും തനിയെ പ്രത്യക്ഷപ്പെടും. യുദ്ധങ്ങളകത്താണ്. പുറത്ത് ശത്രുക്കളെ തിരയുമ്പോൾ അതുകൊണ്ട് നിങ്ങളെ തന്നെ അറിയുന്നതാണ് വഴി. ഉള്ളിലെ അറിവാണ് ഇതിനുള്ള പരിഹാരം. ആന്തരിക വിദ്യാഭ്യാസമില്ലെങ്കിൽ വെറും ശാസ്ത്രീയ വിദ്യാഭ്യാസവും സാങ്കേതിക പുരോഗതിയും കൊണ്ട് മാത്രം പ്രയോജനമില്ല. അറിവില്ലാത്തവരുടെ കയ്യിൽ വലിയ ആയുധങ്ങൾ കൊടുക്കുന്നത് പോലെയാണത്. അയാൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിയില്ല, പക്ഷേ അയാളുടെ വിരൽ ആണവ ബട്ടണിലാണ്. അയാൾ എന്ത് ചെയ്യും?
ആന്തരികമായി നിരാശ, അജ്ഞത, വെറുപ്പ്, പൂർത്തീകരിക്കാത്ത, ദേഷ്യമുള്ള, അസൂയയുള്ള ഒരാൾ ആണവശക്തികളെ നിയന്ത്രിക്കുന്നു. ഒരു ICBM വിക്ഷേപിക്കാൻ അയാൾക്ക് കഴിയും. നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? മിക്ക ആണവശക്തികളും ജനാധിപത്യ രാജ്യങ്ങളിലല്ലേ? അപ്പോൾ സായുധ സേനയെ നയിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്, അല്ലേ? ഒരു വശത്ത് നമ്മൾ നമ്മുടെ രാഷ്ട്രീയക്കാരെ അങ്ങേയറ്റം മോശമാക്കി, മറുവശത്താകട്ടെ ആണവായുധങ്ങൾ പ്രയോഗിക്കാനുള്ള വലിയ അധികാരം അവർക്ക് നൽകിയിരിക്കുന്നു. ഇതൊരു വിചിത്രമായ അപകടം പിടിച്ച കോമ്പിനേഷനാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ഏത് രാഷ്ട്രീയക്കാരനെയാണോ നിങ്ങൾ ആരോപിക്കുന്നത്, അയാൾ കലാപകാരി, ആയുധധാരി, അഴിമതിക്കാരൻ, കാട്ടുമനുഷ്യൻ, ചിലപ്പോൾ കൊലപാതകി. അതേ രാഷ്ട്രീയക്കാരൻ പിന്നീട് പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ മറ്റാരെങ്കിലുമോ ആകുന്നു. ഈ വ്യക്തി ഇപ്പോൾ 400 ആണവ പോർമുനകൾ നിയന്ത്രിക്കുന്നു. നമ്മൾ എത്രത്തോളം അപകടകരമായ അവസ്ഥയിലാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ട്രംപിനെ പോലെയുള്ള നേതാക്കളെ ലോകം മുഴുവൻ വെറുക്കുന്നു. നിങ്ങൾ പറയും, അയാൾ ഒരു മണ്ടനാണ്, മാനസികമായി അസ്ഥിരനാണ്, വൈകാരികമായി തകർന്നവനാണ്. ഇതെല്ലാം അയാളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എന്താണ് അയാൾ നിയന്ത്രിക്കുന്നത്? ഭൂമിയെ 20 തവണ എങ്കിലും നശിപ്പിക്കാൻ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ആണവശക്തിയെ. അതാണ് US ആണവായുധ ശേഖരത്തിന്റെ ശക്തി. ഒരു രാജ്യമല്ല, മുഴുവൻ ഗ്രഹത്തെയും 20 തവണ നശിപ്പിക്കാൻ കഴിയും. നമ്മൾ പറഞ്ഞതുപോലെ, നിങ്ങൾ ഉള്ളിൽ അത്തരമൊരു വ്യക്തിയായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ശത്രുക്കളെ പുറത്തുനിന്ന് സ്ഥാപിക്കാനാവും. അതുകൊണ്ടാണ് വലിയ ശക്തിയുള്ള രാജ്യങ്ങൾ എപ്പോഴും യുദ്ധങ്ങളിൽ ചെന്നുപെടുന്നത്. യുദ്ധമില്ലെങ്കിൽ അധികാരത്തിന് ശ്വാസമുട്ടും. ഈ മിസൈലുകളെല്ലാം കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവ എത്ര മനോഹരമാണെന്ന് നോക്കൂ. അവ ഉപയോഗിക്കണം. പിന്നെ നിങ്ങൾ യുദ്ധം തേടി നടക്കുന്നു. ഇപ്പോൾ ലോകത്ത് ഒരുപാട് സംഘർഷമുണ്ടെന്ന് പറയുന്നു. പ്രശ്നങ്ങളെല്ലാം വരുന്നത് മനുഷ്യ മനസ്സിൽ നിന്നാണ്. ഇതിൽ ഞാൻ നേതാക്കളെ മാത്രമല്ല പറയുന്നത്, പക്ഷെ ശരിക്കും അവരെ ആ കസേരയിലിരുത്തിയ നമ്മളെ എല്ലാവരെയുമാണ്. ആരാണ് ആ ആളുകൾ? നിങ്ങളും ഞാനും തന്നെ. നമ്മുടെ മനസ്സിലെ അജ്ഞതയാണ് നമ്മളെക്കൊണ്ട് അങ്ങനെയുള്ള നേതാക്കളെ തെരഞ്ഞെടുപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ വോട്ട് ചെയ്യുമെന്ന്, അല്ലേ? സാധാരണക്കാർ അറിവില്ലായ്മയിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള നേതാക്കളെയാണ് അവർ തിരഞ്ഞെടുക്കാൻ പോകുന്നത്, ശരിയല്ലേ? എന്നിട്ടവർ പോരടിക്കും. ഇത് അത്ഭുതകരമാണോ? അത് വ്യക്തമല്ലേ? അപ്പോൾ എന്താണ് പരിഹാരം? ജനകീയ അവബോധമാണ് പരിഹാരം. അത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒന്നാകരുത്. അത് താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വരണം.
നിങ്ങൾ അറിയണം എന്താണ് വിലപ്പെട്ടതെന്ന്. നിങ്ങൾ അറിയണം അറിവും തിരിച്ചറിവും സ്വാതന്ത്ര്യവുമാണ് മറ്റെന്തിനേക്കാളും പ്രധാനം. എങ്കിലേ സംഘർഷത്തിന് ഒരു പരിഹാരമാകൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സമ്മേളനങ്ങളും ഉച്ചകോടികളും നടത്താം. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. സത്യത്തിൽ നമ്മൾ ചില കോൺഫറൻസുകളൊക്കെ നടത്തിയിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധമുണ്ടായത് അതിൽ നിന്നാണ്. യുദ്ധമുണ്ടായത് ശരിക്കും ഒരു ഉടമ്പടിയിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? ദ ട്രീറ്റി ഓഫ് വെർസായ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ചുകൂടി ഒരു കോൺഫറൻസ് നടത്താം. പക്ഷേ ആ കോൺഫറൻസ് ഒരു ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ഇത് പീസ് കോൺഫറൻസ് ആണെന്ന് നിങ്ങൾ പറയും. പ്രപഞ്ചത്തെ ഒറ്റ പീസാക്കാനുള്ള കോൺഫറൻസ് ആണിത്. ഇത് നിങ്ങളിൽ നിന്ന് തുടങ്ങണം, എന്നിൽ നിന്ന് തുടങ്ങണം. വേറെ വഴികളൊന്നുമില്ല. ഇത് കേൾക്കുമ്പോൾ പഴയ രീതിയാണെന്ന് തോന്നാം, വലിയ കാര്യമല്ലെന്ന് തോന്നാം. പക്ഷെ ക്ഷമിക്കണം, ഇതാണ് ഒരേ ഒരു പരിഹാരം. ഇനി ഇതല്ല പരിഹാരമെങ്കിൽ വലിയൊരു ദുരന്തമാകും ഫലം. ഈ മുറിയിലുള്ള എന്റെ പ്രായമുള്ളവരോ അല്ലെങ്കിൽ എന്നേക്കാൾ പ്രായമുള്ളവരോ കുറഞ്ഞ ആഘാതത്തിൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കാം. കാരണം എന്തായാലും ഞങ്ങൾക്ക് ജീവിക്കാൻ ഇനി ഒരുപാട് പതിറ്റാണ്ടുകൾ ബാക്കിയില്ല. പക്ഷേ നിങ്ങൾക്കിനി 5-6 പതിറ്റാണ്ടുകൾ ബാക്കിയുണ്ട്. ശരാശരി അത്രയും കാലം നിങ്ങൾ ജീവിക്കും. അതുകൊണ്ട് ഈ ഗ്രഹത്തെ പരിധിക്കപ്പുറം അധപ്പതിക്കാൻ വിടരുതെന്ന ഉത്തരവാദിത്തം നിങ്ങൾക്കാണുള്ളത്. നിങ്ങൾക്കാണ് ഇത് ലഭിക്കുന്നത്. നിങ്ങൾ ഇതിൽ ജീവിക്കേണ്ടവരാണ്. ഇത് നശിപ്പിക്കുന്ന പ്രായമായവർ ഇത് നശിപ്പിച്ചിട്ട് അന്ന് പോകും. അതിന്റെ എല്ലാ അഴുക്കും അവശിഷ്ടങ്ങളും നിങ്ങളുടെ തലയിലാകും. നിങ്ങൾ എഴുന്നേൽക്കണം. എഴുപതും 80 വയസ്സുള്ളവർ ഈ വിഡ്ഢിത്തങ്ങളൊക്കെ ചെയ്യും, എന്നിട്ട് സന്തോഷത്തോടെ മരിക്കുകയും ചെയ്യും. നിങ്ങൾ കഷ്ടപ്പാട് വഹിക്കേണ്ടി വരും. അവർ ചെയ്യുന്നത് തുടരാൻ അനുവദിക്കരുത്. സോഷ്യൽ മീഡിയ, ഡെമോക്രസി, ടെക്നോളജി, ഒരർത്ഥത്തിൽ അവ മികച്ച സമനിലകളാണ്. ഇക്കാലത്ത് സാധാരണക്കാരനും ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദം ഉപയോഗിക്കൂ. ലോകത്തിലെ പ്രസിഡന്റ് പോലും വെറുമൊരു ട്വിറ്റർ അക്കൗണ്ട് മാത്രമാണ്. നിങ്ങൾക്കും അതില്ലേ? പ്രസിഡന്റിന് പോലും 2 അക്കൗണ്ട് വെക്കാൻ പറ്റില്ല. അത് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ മോശം ശക്തികൾ അത് ഉപയോഗിക്കും, അല്ലേ? സോഷ്യൽ മീഡിയയിൽ എങ്ങനെയുള്ള കാര്യങ്ങളാണ് വൈറലാകുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെയുള്ള മോശം കാര്യങ്ങൾ ചെയ്യുന്നവർ വളരെ കാര്യക്ഷമമായി, വളരെ ഡെഡിക്കേറ്റഡായി അവരുടെ ജോലികൾ ചെയ്യുന്നു. പക്ഷേ ലോകത്തിന് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ വെറുതെ ചർച്ച ചെയ്ത് ചിന്തിച്ചും മടിച്ചുമിരിക്കുന്നു. അത് എവിടെ എത്തിക്കും? എഴുന്നേൽക്കൂ, പോരാടൂ. ശരിയെന്ന് തോന്നുന്നതിനു വേണ്ടി നിലകൊള്ളൂ. നിങ്ങളുടെ ജീവിതവും ഈ ഗ്രഹവും ജീവിക്കാൻ യോഗ്യമാക്കൂ. ഞാൻ പ്രസംഗിക്കുകയാണ്. സോറി.